ഞങ്ങൾ ഈ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ പല ടോപ്പിക്കുകൾ നമ്മൾ ചർച്ചയിൽ ഡിസ്കഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറുന്ന ഒരു ടോപ്പിക്കാണ് ബിറ്റ് കോയിൻ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു, എടാ ഈ എന്താണ് ഈ സാധനം, ഈ ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അവൻ പറഞ്ഞത്, എടാ ഇത് വെറും ഒരു തട്ടിപ്പ് പരിപാടിയാണ്, ഫ്രോഡ് പരിപാടിയാണ്. നമ്മൾ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ അതിന് യാതൊരുവിധ ഗ്യാരണ്ടി ഒന്നുമില്ല, അത് പോയ പോലെയാണ്. ഈ നമ്മുടെ MLM-ഉം അതുപോലെ പല പോൺസി സ്കീമുകളുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമാണ്, നിനക്ക് യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ എന്താണ് ഈ സംഭവം, ഈ ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത്, എടാ ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ കറൻസിയാണ്. അത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ട്, എന്നാൽ അതില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല. അപ്പോൾ ഈ ഒരു ഉത്തരം കേട്ടപ്പോൾ ഞാനും കൺഫ്യൂസ്ഡ് ആയി ആകെ. പിന്നീട് ഇതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്താണ് സംഭവം, ഇത് എന്താണ് ആളുകൾ കൂടുതലും സ്കാം എന്ന രീതിയിൽ ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കാനുള്ള കാരണം എന്താണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് പിന്നെയാണ്. അപ്പോൾ എന്തായാലും ബിറ്റ് കോയിനെ പറ്റിയോ ക്രിപ്റ്റോ കറൻസികളെ പറ്റിയോ ഒന്നും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോസ് ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ യൂട്യൂബിൽ ചെന്നിട്ട് ക്രിപ്റ്റോ മീഡിയ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു ചാനൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് എന്താണ് ക്രിപ്റ്റോ കറൻസികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എങ്ങനെയാണ്, അതിൻ്റെ ടെക്നോളജി എന്താണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാനതിൽ പറയുന്നുണ്ട്. കൂടാതെ നമുക്ക് എങ്ങനെ ബിറ്റ് കോയിൻ വാങ്ങിക്കാം, അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാനതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിതിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നില്ല, കാരണം ഓൾറെഡി ആ ഒരു ചാനൽ ഉള്ളതുകൊണ്ട് ഞാനതിൽ പറയുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ക്രിപ്റ്റോ ലൈവ് എന്ന് പറയുന്ന ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ എങ്ങനെയാണ് ഒരു ഫീൽഡിലേക്ക് വന്നത്, എങ്ങനെയാണ് എൻ്റെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിലേക്കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, നിങ്ങൾക്ക് ഒരിക്കലും ടൈം വേസ്റ്റ് ആവില്ല, നിങ്ങളുടെ വർത്തായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാൻ ഈ ബിറ്റ് കോയിനെ പറ്റിയും ക്രിപ്റ്റോ കറൻസികളെ പറ്റിയും അറിയാനിടയായത്, ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കഴിഞ്ഞ കൊറോണ വന്ന സമയത്ത് 2020 മാർച്ച് ആ ഒരു സമയത്ത് നമുക്ക് ഈ ജോലിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ആയപ്പോൾ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ്, എൻ്റെ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് ഷെയർ മാർക്കറ്റ് എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങൾ അതിനെപ്പറ്റി പഠിക്കാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ യൂട്യൂബിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് ഷരീഖ് ഷംസുദ്ദീൻ എന്ന് പറയുന്ന ആളുടെ വീഡിയോസാണ്. വളരെ വ്യക്തമായിട്ടും ഡീറ്റെയിൽഡായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ സീരീസിൽ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്, അതുവഴിയാണ് ഞാനും സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബസറിക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റി ഞാൻ കേട്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ ക്യാഷ് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നമ്മൾ സാധാരണ ഒരാൾ ചിന്തിക്കുന്ന പോലെ തന്നെ ഫ്രീ ആയിട്ട് ഇത് എങ്ങനെ കിട്ടാം എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ കുറേ ടെലിഗ്രാമിൽ കൂടെ കുറേ ടെലിഗ്രാം ബോട്ട്സ് ഉണ്ട്, അതുപോലെ ഫ്രീ ആയിട്ട് മൈൻ ചെയ്യുന്ന ചില സൈറ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ സ്വരൂപിച്ച ഒരു 200 രൂപ, ഇപ്പോൾ ഈ കാണിക്കുന്നതല്ല, ഇത് ഈ LTC എന്ന് പറയുന്നത് ഞാൻ ഇതുപോലൊരു ടെലിഗ്രാം ബോട്ടിൽ കൂടെ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ അതുപോലെ തന്നെ അന്ന് എനിക്ക് ഒരു വർത്ത് ഓഫ് 200 റുപ്പീസ് വരുന്ന ഒരു കോയിൻസ് ഞാൻ മൈൻ ചെയ്തെടുത്തു. അത് ഞാൻ ഇതിൽ കൊണ്ടുവന്ന് കൺവേർട്ട് ചെയ്തു. 200 റുപ്പീസ് ആയിരുന്നു. ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കറിയില്ല എന്താണ് ക്രിപ്റ്റോ കറൻസികൾ എന്നൊന്നും അറിയില്ല, അതുകൊണ്ട് തന്നെ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും നമ്മൾ റെഡി ആയിട്ടില്ല. നമ്മുടെ കയ്യിൽ ആ സമയത്ത് പൈസ ഇല്ല. എന്നാലും പൈസ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതേ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യില്ലായിരുന്നു. കാരണം ഞാൻ ഈ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ പോലെ തന്നെ കുറേ സ്കാമുകളെ പറ്റിയാണ് കൂടുതലും കേൾക്കുന്നത്. അപ്പോൾ ഇത് ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ അത് റിട്ടേൺസ് കിട്ടുമോ, അല്ലെങ്കിൽ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്ത പൈസ കിട്ടുമോ എന്നുള്ള പേടി കൊണ്ടെല്ലാം അതിനെപ്പറ്റി കൂടുതലൊരു എമൗണ്ടൊന്നും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോയില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഫ്രീ ആയിട്ട് കിട്ടിയ ക്യാഷ് ഞാൻ ഈ ഒരു ബസറിക്സ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന BTT, ബിറ്റ് ടോറൻറ്റിൻ്റെ ഒരു കോയിനാണത്. ബിറ്റ് ടോറൻറ്റ് എല്ലാവരും കേട്ട് കാണും. അപ്പോൾ ആ ഒരു സമയത്ത് 200 രൂപയ്ക്ക് ഒരു കോയിൻസും കിട്ടില്ല, കാരണം എല്ലാത്തിൻ്റെയും പ്രൈസ് 1 രൂപയ്ക്ക് മുകളിലാണ്. അപ്പോൾ 200 വളരെ ചെറിയൊരു വാല്യൂ ആയതുകൊണ്ട് ഞാൻ ഈ 200 രൂപയ്ക്ക് കുറേ കോയിൻസ് കിട്ടും എന്ന് കണ്ടപ്പോൾ ഞാൻ ബിറ്റ് ടോറൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോയിൻ ഞാൻ കുറച്ച് വാങ്ങിയിട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് നോക്കിയാൽ അറിയാം, ഇത്
0.0 സംതിങ് 0.01 അത് INR-ലാണ് കാണിക്കുന്നത്. 0.1 റുപ്പീസ് ആയിരുന്നു ആ ഒരു സമയത്ത് അതിൻ്റെ പ്രൈസ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഓർഡേഴ്സ് എടുത്ത് കാണിച്ചു തരാം. ഞാൻ എന്നാണ് ഇത് പർച്ചേസ് ചെയ്തതെന്നുള്ള ഓർഡേഴ്സിൽ കാണിക്കും. നിങ്ങൾക്ക് ഇതാണ് ഞാൻ ഫസ്റ്റ് പർച്ചേസ് ചെയ്തത്, ഏറ്റവും അടിയിൽ കിടക്കുന്ന BTT INR എന്ന് പറയുന്ന ഓർഡർ. നിങ്ങൾക്ക് ഡേറ്റ് അടക്കം നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഡേറ്റ് വരുന്നത് 30th ഒക്ടോബർ 2020 ഒക്ടോബർ 30-നാണ് ഞാൻ BTT എന്ന് പറയുന്ന ഈ ഒരു കോയിൻ വാങ്ങിയിട്ടത്. അത് 219 രൂപയ്ക്കാണ് ഞാൻ അന്ന് വാങ്ങിയത്. എനിക്ക് കിട്ടിയ കോയിൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 10,000 BTT കോയിൻസാണ് ഞാൻ അന്ന് വെസ്റിക്സിലൂടെ പർച്ചേസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അത് പർച്ചേസ് ചെയ്തു. പിന്നെ അതവിടെ കുറച്ച് നാൾ അവിടെ തന്നെ ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ ട്രസ്റ്റ് വാലറ്റിനെ പറ്റി കേട്ടു. അപ്പോൾ അങ്ങനെ ട്രസ്റ്റ് വാലറ്റിലേക്ക് കുറച്ചുകൂടി സേഫാണ്, നമ്മൾ എക്സ്ചേഞ്ചിൽ വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സേഫാണ് ട്രസ്റ്റ് വാലറ്റിലേക്ക് നമ്മൾ ഇടുന്നത് എന്നറിഞ്ഞപ്പോൾ ഞാൻ ഇത് നേരെ ട്രസ്റ്റ് വാലറ്റിലേക്ക് മാറ്റി. ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ചേഞ്ച് ചെയ്ത ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. BTT എന്ന് പറയുന്ന ടോക്കൺ ഞാൻ ട്രസ്റ്റ് വാലറ്റിലേക്ക് മാറ്റിയത് കണ്ടോ, വിഡ്രോവൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 10 BTT എന്ന് പറയുന്നത് നമ്മൾ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് വേറൊരു വാലറ്റിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അത്രയും ഒരു ഫീ പോലെ നമ്മൾ കൊടുക്കണം. അപ്പോൾ വെറും 10 BTT, വളരെ 1 രൂപ താഴെ ഫീസേ വരുന്നുള്ളൂ. ഞാൻ വിഡ്രോ ചെയ്തു. 9,900 BTT ഞാൻ അന്ന് ട്രസ്റ്റ് വാലറ്റിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ പിന്നീട് 2021 ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആ ഒരു സമയത്ത് ഒരു ബുൾ റൺ ആയിരുന്നു. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം ഓൾ ടൈം ഹൈ, അതായത് $64,000, ഒരു 50 ലക്ഷത്തിൻ്റെ അടുത്ത് വരെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വന്ന സമയത്ത് ഒരുവിധം എല്ലാ കോയിൻസും നല്ല രീതിയിൽ പമ്പായി. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാനതിൻ്റെ വ്യക്തമായ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയത്. ആ ഒരു സമയത്തായിരുന്നു. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ചാർട്ട് എടുത്ത് ഞാൻ കാണിച്ചു തരാം. BTTയുടെ ചാർട്ട് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടോ, ഞാൻ വാങ്ങിക്കുന്നത് ഒക്ടോബർ 30 ഈ ഒരു സമയത്താണ് ഞാൻ വാങ്ങിക്കുന്നത്. ആ ഒരു സമയത്ത് 0.01 നിങ്ങൾക്ക് ഹൈ പ്രൈസ് എടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും 1 രൂപ വരെ അതിൻ്റെ ഹൈ പ്രൈസ് വന്നിട്ടുണ്ട്. കണ്ടോ, 1 രൂപയാണ് അതിൻ്റെ ഹൈ പ്രൈസ് വന്നിരിക്കുന്നത്. ഞാൻ അത് അറൗണ്ട് ഒരു 0.9 റുപ്പീസ് ഉള്ളപ്പോൾ ഞാൻ ഈ പറയുന്ന BTT കോയിൻസ് സെല്ല് ചെയ്തു. ഓക്കെ, അതെനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം OKX എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ഇത് സെല്ല് ചെയ്തത്. പക്ഷേ അത് 3 months വരെയുള്ള ഒരു ഹിസ്റ്ററി മാത്രമേ അതിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു റിട്ടേൺസ് ഞാൻ കാണിച്ചു തരാം. അതായത് 9,900 കോയിൻസ് ആയിരുന്നു. ഞാനത് OKXലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അറൗണ്ട് 0.9 റുപ്പീസ് ഉള്ള സമയത്ത് 0.98 റുപ്പീസിൻ്റെ അടുത്ത് വരെ വന്നു ഇതിൻ്റെ പ്രൈസ് INR-ൽ. അപ്പോൾ 0.9 റുപ്പീസ് ഉള്ള സമയത്ത് ഞാനത് സെല്ല് ചെയ്തു. അതായത് 8,910 രൂപ എനിക്ക് കിട്ടി. എനിക്ക് ഇന്ത്യൻ മണിയായിട്ട് ക്യാഷ് ഔട്ട് ചെയ്തു. ഞാനത് ക്യാഷ് ഔട്ട് ചെയ്തു 8,910 രൂപ. ഓക്കെ, അതായത് 200 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഞാൻ 219 രൂപ ഇൻവെസ്റ്റ് ചെയ്തത് ഒക്ടോബർ 31 എന്നുള്ള ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആ ഒരു സമയത്താണ് ഞാനത് സെല്ല് ചെയ്യുന്നത്. ആ ഒരു സമയത്താണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അപ്പോൾ 5 മാസം കൊണ്ട് എനിക്ക് കിട്ടിയ റിട്ടേൺസ് എന്ന് പറയുന്നത് 8,910 ഡിവൈഡഡ് ബൈ 220 ഇൻറ്റു 100, 4,500% ഇൻക്രീസാണ് എനിക്ക് കിട്ടിയത് വെറും 5 മാസം കൊണ്ട്. നിങ്ങൾ 10%, 20% എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് 4,500% അടുത്തുള്ള റിട്ടേൺസ് ആണ് എനിക്ക് വെറും 5 മാസം കൊണ്ട് കിട്ടിയത്. നിങ്ങളൊരു FD ഇടാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കിട്ടാൻ പോകുന്നത് ഒരു 5% അല്ലെങ്കിൽ ഒരു 8% റിട്ടേൺസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുപോലെ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മാക്സിമം ഒരു 15% ആണ്. ഈ ഒരു സമയത്താണ്, ഇത് ആനുവലിയാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഇപ്പോൾ മന്തോ 6 months ഒന്നുമല്ല, ആനുവലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺസ് ആണ് 15%. മാക്സിമം നമുക്ക് 15% വെച്ച് കൂട്ടാം. പിന്നെ ഞാൻ ഇതുപോലെ അന്ന് ആ 200 രൂപ ഞാനൊരു മ്യൂച്വൽ ഫണ്ടിലാണ് ഇട്ടിരിക്കുന്നത് എങ്കിൽ ഇന്ന് എനിക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺസ് മാക്സിമം 200 × 15 ഡിവൈഡഡ് ബൈ 100, അതായത് 30 രൂപ. അത് 200 രൂപ 230 രൂപയുണ്ടാവും. ഇതിപ്പോൾ ഒക്ടോബർ ആയല്ലോ, ഞാനിപ്പോൾ 1 കൊല്ലം കഴിയുമ്പോൾ ഈ ഒരു 30 രൂപയായിരിക്കും എനിക്ക് ചേഞ്ച് വരാൻ പോകുന്നു. 200 രൂപ 230 രൂപയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാൻ സാധിക്കും. ആലോചിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും 4,500% റിട്ടേൺസ് ആണ് എനിക്ക് കിട്ടിയത്. അത് അന്ന് ആ BTT എന്ന് പറയുന്ന കോയിൻ വാങ്ങിയത് അതിനെപ്പറ്റി അറിഞ്ഞിട്ടൊന്നുമല്ല. ബിറ്റ്ടോറൻറ്റിൻ്റെ കോയിൻസാണ്.
ടൊറൻറ്റിലൂടെ ആൾക്കാർ ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന കോയിൻസാണ്. അപ്പോൾ ഭാവിയിലും കൂടുതൽ ഡൗൺലോഡ്സ് ഒക്കെ വരുമ്പോൾ അപ്പോൾ അതിനൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് ചെറിയ രീതിയിൽ അതൊന്ന് അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ജസ്റ്റ്, അതുമല്ല അന്ന് 200 രൂപയ്ക്ക് ഏറ്റവും കൂടുതൽ കിട്ടാവുന്ന കോയിൻസ് BTT മാത്രമേ ബസറിക്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കൂടിയാണ് ആ കോയിൻ ഞാൻ പർച്ചേസ് ചെയ്തത്. ഇതൊരിക്കലും ഒരു ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല. ഇനി നിങ്ങൾ പോയി BTT കോയിൻ വാങ്ങിച്ചിട്ട് കാര്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം BitTorrentന് അത്ര ഇപ്പോൾ അധികം ആളുകൾ യൂസ് ചെയ്യുന്ന കുറവാണ്. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരിക്കലും ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്, വിത്ത് പ്രൂഫാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഒരു ഏകദേശം ഓൾമോസ്റ്റ് ഓൾ ദ ടൈം ഞാനൊരു ക്രിപ്റ്റോ കറൻസികൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല കോയിൻസൊക്കെ നോക്കി എല്ലാം ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇതിനെപ്പറ്റി അറിയാം. നമ്മൾ പുതിയ ടെക്നോളജി വരുമ്പോൾ നമ്മളതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് നമുക്കൊരു നഷ്ടം ഭാവിയിൽ വരരുത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യയിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അറൗണ്ട് ഒരു 20 yearsന് മുകളിലായി. സ്റ്റിൽ ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തവർ, ട്രേഡ് ചെയ്യാത്തവരുണ്ട്. ഇപ്പോഴും അവർ വിചാരിക്കുന്നത് അതെന്തോ വലിയ പണക്കാരായിട്ടുള്ളവർക്ക് മാത്രം ചെയ്യാവുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പേര് ഇപ്പോഴും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇതേ ഒരു അവസ്ഥ തന്നെയാണ് ഈ ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസികൾ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഭാവിയിൽ വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, ഷെയർ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങിയിട്ട് 20 വർഷത്തിന് മുകളിലായി, 20-25 വർഷങ്ങളാവാറായി. നമ്മുടെ നിഫ്റ്റി NSE സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് വെറും 10 കൊല്ലം, അതൊരു ഇനീഷ്യൽ സ്റ്റേജിലാണ്. ഇപ്പോഴും വെറും 10 കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നിങ്ങൾക്ക് ഞാൻ ബിറ്റ്കോയിൻ്റെ ചാർട്ട്, 1 day ചാർട്ട് എടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അറൗണ്ട് സീറോ അല്ല, ഒരു ഇതിനകത്ത് ലിസ്റ്റ് അറൗണ്ട് 10 കൊല്ലം മുമ്പ് അതിൻ്റെ പ്രൈസ് വളരെ ചെറുതായിരുന്നു, 0.001 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് ആർക്കും അതിനെപ്പറ്റി അല്ലെങ്കിൽ നമുക്ക് ആരുടെ നിന്നും സെല്ല് ചെയ്യാനോ ബൈ ചെയ്യാനൊന്നും സാധിക്കില്ലായിരുന്നു. പക്ഷേ ഇതൊരു $3,000 ആയിരുന്നു. ഈ പറയുന്ന 2019 അതിൻ്റെ പ്രൈസ് 4,000 അല്ലെങ്കിൽ $3,000, അതായത് ഒരു 2 lakh rupees, 2 ലക്ഷം രൂപ മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. അത് ഈ പറയുന്ന 2021 ജനുവരിയിലായപ്പോൾ $64,000 വരെ വന്നു. അറൗണ്ട് ഒരു 45 lakhs 50 lakhsന് അടുത്ത്, 50 ലക്ഷത്തിൻ്റെ അടുത്ത്. നിങ്ങൾ 2020 മാർച്ചിൽ കൊറോണയുടെ സമയത്ത് നിങ്ങളിതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, ഞാൻ കാണിച്ചു 2020 മാർച്ചിൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഈ പറയുന്ന $3,000 തന്നെയായിരുന്നു. $4,000 നിങ്ങളതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ലക്ഷപ്രഭു ആയനെ. അതായത് ഇന്ന് 50 ലക്ഷത്തിന് മുകളിൽ നിങ്ങളുടെ കയ്യിൽ റിട്ടേൺസ് കിട്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടെക്നോളജിയാണ്, ഇതിനെപ്പറ്റി അറിയില്ല എന്ന് കരുതി വെറുതെ ഇരിക്കുന്നതിൽ നല്ലത് നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ വേറൊരാളെയും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏൽപ്പിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്. സ്വന്തമായിട്ട് അതിനെപ്പറ്റി പഠിക്കുക, എന്നിട്ട് വളരെ വ്യക്തതയോടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ല മെത്തേഡ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ചാനലിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ക്രിപ്റ്റോ കറൻസികളെ പറ്റിയാണ്. നല്ല ക്രിപ്റ്റോ കറൻസികൾ ഏതൊക്കെയാണ്, വളരെ ചെറിയ എമൗണ്ടിൽ നമുക്ക് ഒരു ലോങ് ടൈം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ക്രിപ്റ്റോ കറൻസികൾ ഏതൊക്കെയാണ് എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ സീരീസിലൂടെ, ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളോട് പറയുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. തീർച്ചയായിട്ടും കൂടുതൽ നല്ല കണ്ടൻസ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്ര നേരം വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യാം. താങ്ക് യു.